ദൈവമേ, എൻ്റെ വായിലെ വാക്കുകളും എൻ്റെ ഹൃദയത്തിലെ ധ്യാനവും അങ്ങേക്ക് പ്രസാദകരമായിരിക്കണമേ. എല്ലാം അങ്ങയുടെ മഹത്വത്തിനായി മാത്രം തീരണമേ. ആമേൻ. റവലേഷൻ 14 അധ്യായത്തിൽ 1 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിൽ കുഞ്ഞാടായ യേശുവിൻ്റെ അനുയായികളും എതിർ ക്രിസ്തുവിൻ്റെ ആരാധകരും തമ്മിലുള്ള നാടകീയമായ വ്യത്യാസങ്ങളും വീണ്ടെടുക്കപ്പെട്ടവരുടെ അത്യന്തിക വിജയവും പ്രദർശിപ്പിക്കുന്നു. സിയോൻ പർവ്വതത്തിൽ മുദ്രയിട്ട 144,000 വിശ്വസ്ത വിശ്വാസികൾ നിൽക്കുന്നതും, തുടർന്ന് ദൈവത്തിൻ്റെ ന്യായവിധി, ബാബിലോണിൻ്റെ പതനം, വിശുദ്ധന്മാരുടെ പ്രതിഫലം എന്നിവ പ്രഖ്യാപിക്കുന്ന 3 ദൂതന്മാരുടെ സന്ദേശങ്ങളും ഇതിൽ ഉൾപ്പെടുന്നു. ബാബിലോൺ എന്ന് വിളിക്കപ്പെടുന്ന പൈശാചിക വ്യവസ്ഥ, ആൻറ്റിക്രൈസ്റ്റും ഫോൾസ് പ്രോഫറ്റും സാത്താൻ്റെ ശക്തി മൂലം പണിതെടുത്ത ലോകത്തിലെ വൺ വേൾഡ് ഗവൺമെൻറ്റും അവരുടെ ഏകാധിപത്യ ഭരണമായ വൺ വേൾഡ് റിലീജിയനും നമ്മളിവിടെ കാണുന്നു. ഇന്ന് നമ്മൾ 14 അധ്യായം 14 മുതൽ 20 വരെയുള്ള വാക്യങ്ങളാണ് പഠിക്കുന്നത്. ഞാൻ 14-ാമത്തെ വാക്യം വായിക്കുന്നു. പിന്നെ ഞാൻ വെളുത്തൊരു മേഘവും മേഘത്തിന്മേൽ മനുഷ്യപുത്രന് സദൃശനായ ഒരുത്തൻ തലയിൽ പൊൻകിരീടവും കയ്യിൽ മൂർച്ചയുള്ള അരിവാളുമായി ഇരിക്കുന്നതും കണ്ടു. 14 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിൽ ലോകത്തിൻ്റെ അന്തിമ വിധിയെ പ്രതിനിധീകരിക്കുന്ന ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിൻ്റെ സമയത്ത് സംഭവിക്കുന്ന 2 വ്യത്യസ്ത വിളവെടുപ്പുകളുടെ പ്രതീകങ്ങൾ കാണിക്കുന്ന 2 ദൂതന്മാരെ നാം ഇവിടെ കാണുന്നു. 14-ാമത്തെ വാക്യത്തിൽ ഇവിടെ പൊൻകിരീടം ധരിച്ച് കയ്യിൽ മൂർച്ചയുള്ള അരിവാളുമായി വെളുത്ത മേഘങ്ങളിന്മേൽ നിൽക്കുന്ന മനുഷ്യപുത്രനായ യേശുവിനെ നാം കാണുന്നു. റവലേഷൻ 1:13 മനുഷ്യപുത്രനായി യേശുവിനെ സംബോധന ചെയ്യുന്നു. 4 സുവിശേഷങ്ങളിലും ക്രിസ്തുവിനെ മനുഷ്യപുത്രൻ എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇത് നമുക്ക് വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 24-ാം അധ്യായം 30-ാമത്തെ വാക്യത്തിൽ വായിക്കാം. അപ്പോൾ മനുഷ്യപുത്രൻ്റെ അടയാളം ആകാശത്ത് വിളങ്ങുന്നത്, ഭൂമിയിലെ സകല ഗോത്രങ്ങളും പ്രാലാപിച്ചും കൊണ്ട് മനുഷ്യപുത്രൻ ആകാശത്തിലെ മേഘങ്ങളിൽ മേൽ മഹാശക്തിയോടും തേജസ്സോടും കൂടെ വരുന്നത് കാണും. ഇവിടെ തലയിലെ കിരീടം വിജയത്തെ സൂചിപ്പിക്കുന്നു. ക്രിസ്തു ഭൂമിയിലേക്കുള്ള തൻ്റെ രണ്ടാം വരവിൽ ലോകം ഭരിക്കാൻ പോകുന്ന രാജാവായിട്ടാണ് വരുന്നത്. ക്രിസ്തുവിൻ്റെ കയ്യിലിരിക്കുന്ന അരിവാൾ ന്യായവിധിക്കായി താൻ വിളവെടുപ്പിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പിനെ സൂചിപ്പിക്കുന്നു. അപ്പോസ്തലപ്രവൃത്തി 17-ാം അധ്യായം 31-ാമത്തെ വാക്യത്തിൽ ഇതിനെക്കുറിച്ച് നമുക്ക് വായിക്കാം. ആക്സ് 17:31 താൻ നിയമിച്ച പുരുഷൻ മുഖാന്തരം ലോകത്തെ നീതിയിൽ ന്യായം വിധിപ്പാൻ അവനൊരു ദിവസത്തെ നിശ്ചയിച്ചു. അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചിരിക്കയാൽ എല്ലാവർക്കും അതിൻ്റെ ഉറപ്പ് നൽകിയിരിക്കുന്നു. നമുക്ക് 15-ഉം 16-ഉം വാക്യം വായിക്കാം. മറ്റൊരു ദൂതൻ ദൈവാലയത്തിൽ നിന്ന് പുറപ്പെട്ട് മേഘത്തിന്മേലിരിക്കുന്നവനോട്, കൊയ്ത്തിന് സമയം വന്നതുകൊണ്ട് നിന്റെ അരിവാൾ അയച്ച് കൊയ്യുക, ഭൂമിയിലെ വിളവ് വിളഞ്ഞുണങ്ങിയിരിക്കുന്നു എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു. മേഘത്തിലിരിക്കുന്നവൻ അരിവാൾ ഭൂമിയിലേക്ക് എറിഞ്ഞു. ഭൂമിയിൽ കൊയ്ത്ത് നടന്നു. ഇൻ ദിസ് ചാപ്റ്റർ 14, from 14 to 16, we see the grain harvest, which represent the harvest of the righteous, which many Bible scholars interpreted as the rapture. Here the sharp sickle refers to judgment. 16-ാമത്തെ വാക്യത്തിൽ പറയുന്ന കൊയ്ത്ത് വിശ്വാസികളെ അവിശ്വാസികളിൽ നിന്നും വേർതിരിക്കുന്നതിനെ പ്രതിനിധീകരിക്കുന്നു. എന്നാൽ 17 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിലെ വിളവെടുപ്പ് ദുഷ്ടന്മാരുടെ നാശത്തെ കാണിക്കുന്നു. സുവിശേഷത്തിൻ്റെ വിത്തുകൾ പാകുന്നത് വിശ്വാസത്തിൻ്റെ പങ്കിടലും പഠിപ്പിക്കലും ആത്മാക്കളെ നേടുന്നതിനായി സുവിശേഷം പങ്കുവെക്കുന്നതുമാണ്. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 8-ാം അധ്യായം 4 മുതൽ 15 വരെയുള്ള വാക്യങ്ങളിൽ കർത്താവ് ഇത് ശിഷ്യന്മാരെ പഠിപ്പിച്ചത് നമുക്ക് വായിക്കാം. ഇതിന് ദ പാരബിൾ ഓഫ് ദ സോവർ എന്ന് അറിയപ്പെടുന്നു. ഇവിടെ വിത്തുകൾ വിതയ്ക്കുന്നത് ദൈവവചനം മറ്റുള്ളവർക്ക് പകരുന്നതാണ്. ഇവിടെ വ്യത്യസ്ത തരത്തിലുള്ള മണ്ണിൽ വിത്ത് വിതറുന്ന ഒരു കർഷകനെ യേശു കർത്താവ് വിവരിക്കുന്നു. ഇത് സുവിശേഷം പകരുമ്പോൾ അത് മനുഷ്യഹൃദയങ്ങളിൽ പ്രവർത്തിക്കുന്ന വിവിധ രീതികളെ ചൂണ്ടിക്കാണിക്കുന്നു. 17 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിൽ
വിളവെടുപ്പിനെ ന്യായവിധിക്കായി ചിത്രീകരിച്ചിരിക്കുന്നു. ഇവിടെ ദുഷ്ടമനുഷ്യരുടെ ന്യായവിധി നടത്തുവാൻ വേണ്ടി യേശു കർത്താവ് മൂർച്ചയുള്ള അരിവാളുമായി മേഘത്തിൽ പ്രത്യക്ഷപ്പെടുന്നു. 15-ാമത്തെ വാക്യത്തിൽ ഭൂമിയിലെ വിളവ് പാകമായി, ലോകം അന്തിമ ന്യായവിധിക്കായി തയ്യാറാണ് എന്ന് ഉറക്കെ വിളിച്ചു പറയുന്ന ഒരു ദൂതനെ നാം കാണുന്നു. 16-ാമത്തെ വാക്യത്തിൽ കർത്താവ് തൻ്റെ മൂർച്ചയുള്ള അരിവാൾ കൊണ്ട് ഭൂമിയുടെ ദുഷ്ടതയുടെ വിളവ് എടുക്കുന്നു. ബൈബിളിൽ അരിവാൾ ന്യായവിധിയെ സൂചിപ്പിക്കുന്നു എന്ന് നാം പറഞ്ഞല്ലോ. 1 തെസ്സലോനിയൻസ് 4:13-18 വരെയുള്ള വാക്യങ്ങളിൽ നാം വായിക്കുന്നത് പോലെ കർത്താവ് തൻ്റെ സഭയെ സ്വർഗത്തിലേക്ക് കൂട്ടിച്ചേർത്ത ശേഷമാണ് ഈ ന്യായവിധി നടപ്പിൽ ആക്കുകയുള്ളൂ എന്ന് പ്രത്യേകം ഓർക്കണം. കർത്താവിൻ്റെ സഭ തൻ്റെ രണ്ടാം വരവിൽ തൻ്റെ നിത്യമായ രാജ്യം ഭൂമിയിൽ സ്ഥാപിച്ച് തൻ്റെ 1000 ആണ്ട് വാഴ്ചയിൽ പങ്കാളികളാകേണ്ടവരാണ്. അത് നാം വെളിപ്പാട് 20-ാം അധ്യായത്തിൽ പഠിക്കുവാൻ പോകുകയാണ്. നമുക്ക് 14-ാം അധ്യായം 17 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. മറ്റൊരു ദൂതൻ സ്വർഗത്തിലെ ആലയത്തിൽ നിന്ന് പുറപ്പെട്ടു. അവൻ മൂർച്ചയുള്ള ഒരു കോങ്കത്തി പിടിച്ചിരുന്നു. തീയുടെ മേൽ അധികാരമുള്ള വേറൊരു ദൂതൻ യാഗപീഠത്തിൽ നിന്ന് പുറപ്പെട്ട് മൂർച്ചയുള്ള കോങ്കത്തി പിടിച്ചിരുന്നവനോട്, ഭൂമിയിലെ മുന്തിരിങ്ങ പഴുത്തിരിക്കിയാൽ നിന്റെ മൂർച്ചയുള്ള കോങ്കത്തി അയച്ച് മുന്തിരിവള്ളിയുടെ കുല അറക്കുക എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു. ദൂതൻ കോങ്കത്തി ഭൂമിയിലേക്ക് എറിഞ്ഞു. ഭൂമിയിലെ മുന്തിരിക്കുല അറുത്തു ദൈവകോപത്തിൻ്റെ വലിയ ചക്കിലിട്ടു. ചക്ക് നഗരത്തിന് പുറത്തു വെച്ച് മെതിച്ചു. ചക്കിൽ നിന്ന് രക്തം കുതിരകളുടെ കടിവാളങ്ങളോളം പൊങ്ങി 200 നാഴിക ദൂരത്തോളം ഒഴുകി. ഗ്രേറ്റ് ട്രിബുലേഷൻ്റെ സമയത്ത് ദൈവം 144,000 ദൈവമുദ്രയിട്ട യഹൂദ വിശ്വാസികളെയും തൻ്റെ 2 സാക്ഷികളെയും രാജ്യത്തിൻ്റെ സുവിശേഷവും നിത്യസുവിശേഷവും അറിയിച്ചത് നാം 7, 11 എന്നീ ചാപ്റ്റേഴ്സിൽ പഠിച്ചല്ലോ. അതിനുശേഷം 14-ാമത്തെ അധ്യായത്തിൽ 6 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിൽ ഒരു ദൂതൻ ആകാശമധ്യേ പറന്നുകൊണ്ട് ഇറ്റേണൽ ഗോസ്പൽ നിത്യസുവിശേഷം ഭൂമിയിലെ ശേഷിച്ച എല്ലാ ഭാഷക്കാരോടും ജാതികളോടും വർഗക്കാരോടും അറിയിച്ചത് നാം വായിച്ചുവല്ലോ. അത് തന്നെയല്ല, നാം ഈ ചാപ്റ്റർ 14 പഠിക്കുന്നതിന് മുമ്പ് 7 മുദ്ര ന്യായവിധികളും 7 കാഹള ന്യായവിധികളും ഉൾപ്പെടെ 14 ന്യായവിധികൾ ഓൾറെഡി പൂർത്തിയായി കഴിഞ്ഞു. ഇതൊക്കെ ആയിട്ടും രക്ഷയിൽ വരാത്ത കള്ളപ്രവാചകൻ്റെയും എതിർ ക്രിസ്തുവിൻ്റെയും മുദ്രകൾ സ്വീകരിക്കുന്ന ദുഷ്ടമനുഷ്യർക്കാണ് ഈ ന്യായവിധി നടപ്പിലാക്കുന്നത്. ഇത് സംഭവിക്കുന്നത് ഗ്രേറ്റ് ട്രിബുലേഷൻ്റെ അവസാന സമയത്താണ്. ഇവിടെ ഈ വാക്യങ്ങളിൽ നാം കാണുന്ന ദൂതന്മാർ സ്വർഗത്തിലെ ദേവാലയത്തിൽ നിന്നും വരുന്ന ദൈവത്തിൻ്റെ ദാസന്മാരാണ്. അവർക്ക് ദൈവഹിതം നടപ്പാക്കാനുള്ള പരിപൂർണ അധികാരമുണ്ട്. ഈ വാക്യങ്ങൾ പ്രതീകാത്മകതകൾ നിറഞ്ഞതാണ്. 18-ാമത്തെ വാക്യത്തിൽ തീയുടെ മേൽ അധികാരമുള്ള ഒരു ദൂതൻ സ്വർഗത്തിലെ യാഗപീഠത്തിൽ നിന്നും ഇറങ്ങി വന്ന് ഭൂമിയിലെ തയ്യാറായ പഴുത്ത മുന്തിരിക്കൊലകൾ കൊയ്യുവാൻ വേണ്ടി ഉച്ചത്തിൽ ആജ്ഞാപിക്കുന്നു. ആധുനിക ലോകത്തിന് ഇതിൻ്റെ അർത്ഥം ശരിക്കും മനസ്സിലായി എന്ന് വരില്ല. എന്നാൽ ആ നൂറ്റാണ്ടുകളിൽ മുന്തിരിക്കൊലകൾ ചവിട്ടി മെതിച്ചാണ് മുന്തിരിച്ചാർ ഉണ്ടാക്കിയിരുന്നത്. ഇവിടെ ഭൂമിയിലെ പഴുത്ത മുന്തിരിക്കൊലകൾ ദുഷ്ടതയെ പ്രതികരിക്കുന്നു. ദുഷ്ടന്മാരുടെ അന്തിമവിധിക്കായി അവരെ ഒരുക്കുകയാണ്. ഇതിനെ സംബന്ധിച്ച് കർത്താവായ യേശുക്രിസ്തു മത്തായി എഴുതിയ സുവിശേഷം 13-ാം അധ്യായം 37 മുതൽ 43 വരെയുള്ള വാക്യങ്ങളിൽ പറഞ്ഞത് വായിക്കുന്നത് വളരെ ഉചിതമാണ്. മാത്യു 13:37-43. നല്ല വിത്ത് വിതയ്ക്കുന്നവൻ മനുഷ്യപുത്രൻ, വയൽ ലോകം, നല്ല വിത്ത് രാജ്യത്തിൻ്റെ പുത്രന്മാർ, കള ദുഷ്ടൻ്റെ പുത്രന്മാർ, അത് വിതച്ച ശത്രു പിശാച്, കൊയ്ത്ത് ലോകാവസാനം, കൊയ്യുന്നവൻ ദൂതന്മാർ, കളകൂട്ടി തീയിലിട്ട് ചുടും പോലെ ലോകാവസാനത്തിൽ സംഭവിക്കും. മനുഷ്യപുത്രൻ തൻ്റെ ദൂതന്മാരെ അയക്കും. അവർ അവൻ്റെ രാജ്യത്തിൽ നിന്ന് എല്ലാ ഇടർച്ചകളെയും അധർമ്മം പ്രവർത്തിക്കുന്നവരെയും കൂട്ടിച്ചേർത്ത് തീച്ചുളയിലിട്ട് കളയുകയും അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും. അന്ന് നീതിമാന്മാർ തങ്ങളുടെ പിതാവിൻ്റെ രാജ്യത്തിൽ സൂര്യനെപ്പോലെ പ്രകാശിക്കും. ചെവിയുള്ളവൻ കേൾക്കട്ടെ. പിതാവിൻ്റെ അനുവാദത്തോടെ
മഹാപീഡനകാലത്ത് വിശ്വാസികളെ ഉപദ്രവിച്ച ദുഷ്ടജനത്തെ ദൈവക്രോധത്തിന് ഏൽപ്പിച്ചു കൊടുക്കുന്നു. ഇവിടെ മുന്തിരിപ്പഴവും വൈൻ പ്രസ്സും ലോകത്തിലെ മനുഷ്യൻ്റെ ദുഷ്ടതയെയും ദൈവത്തിൻ്റെ ക്രോധത്തെയും സൂചിപ്പിക്കുന്നു. റൈപ്പ്, പഴുത്ത മുന്തിരിങ്ങ, ദുഷ്ടതയുടെ തീവ്രതയെ കാണിക്കുന്നു. 20-ാം വാക്യത്തിൽ പറയുന്ന ഈ സിറ്റി ജെറുസലേമാണ്. ഈ ന്യായവിധി നടക്കുന്നത് ജെറുസലേമിൻ്റെ പുറത്താണ്. രക്തത്തിൻ്റെ അളവും ഒഴുക്കുമെല്ലാം ദൈവത്തിൻ്റെ ന്യായവിധിയുടെ തീഷ്ണതയെ കാണിക്കുന്നു. 20-ാമത്തെ വാക്യത്തിൽ ഹെർമഗദോൺ വാറിൻ്റെ ഒരു സൂചന നമുക്ക് കിട്ടുന്നു. ഇതിൻ്റെ റെഫറൻസ് നമുക്ക് 16-ാം അധ്യായം 16-ാമത്തെ വാക്യം, 19-ാമത്തെ അധ്യായം 11 മുതൽ 21 വരെയുള്ള വാക്യം എന്നീ ഭാഗങ്ങളിൽ കാണാം. ഈ യുദ്ധം നടക്കുന്നു എന്ന് കണക്കാക്കപ്പെടുന്ന ജെർസീൽ വാലി ജെറുസലേമിൽ നിന്നും ഏകദേശം 56 മൈൽ നോർത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ബൈബിളിൽ ശൗൽ രാജാവിൻ്റെ മരണത്തിന് ഉൾപ്പെടെ ഉള്ള പല യുദ്ധങ്ങളും നടക്കുന്നത് ഈ മെഗീഡോ വാലി എന്ന് അറിയപ്പെടുന്ന ജസ്രീൽ വാലിയിലാണ് എന്ന് കണക്കാക്കപ്പെടുന്നു. തന്ത്രപരമായ സ്ഥാനത്തിന് പേരുകേട്ട ജസീൽ താഴ്വര, കനാനീയരുമായിട്ടുള്ള ദെബോറയുടെ പരാജയം, ഗിദെയോൻ്റെ വിജയം, ഫിലിസ്തീർക്ക് എതിരായ പോരാട്ടത്തിൽ ശൗൽ രാജാവിൻ്റെ മരണം എന്നിവയുൾപ്പെടെയുള്ള നിരവധി നിർണായക ബൈബിൾ യുദ്ധങ്ങൾക്ക് വേദിയായി വെളിപ്പാടിൽ പരാമർശിച്ചിരിക്കുന്ന അവസാന യുദ്ധമായ അർമഗേദോൻ അല്ലെങ്കിൽ മൗണ്ട് ഓഫ് മെഗീഡോ എന്നിവയ്ക്ക് വേദിയായി കണക്കാക്കപ്പെട്ടിരിക്കുന്നു. കോടിക്കണക്കിനുള്ള സൈനികർ യുദ്ധം ചെയ്ത് അവരുടെ രക്തം കുതിരകളുടെ കടിഞ്ഞാണിൽ വരെയുള്ള പൊക്കത്തിൽ ഉയർന്ന് 200 മൈൽ ദൂരത്തോളം ഒഴുകുമെന്നുള്ള സൂചനയാണ് ഇവിടെ കിട്ടുന്നത്. അതെത്ര ഭീകരമായിരിക്കും എന്ന് ചിന്തിക്കുവാൻ വയ്യ. അവസാന കാലത്ത് സംഭവിക്കാനിരിക്കുന്ന സംഭവങ്ങളുടെ കാലക്രമങ്ങൾ വിവരിക്കുന്ന ഈ 14-ാം അധ്യായം മഹാപീഡനകാലത്ത് വിശ്വാസികളെയും അവിശ്വാസികളെയും വേർതിരിച്ച് കാണിക്കുന്നു. കുഞ്ഞാടായ യേശു കർത്താവ് ദൈവമുദ്രയുള്ള 144,000 യഹൂദ വിശ്വാസികളെ ഒരുമിച്ച് പിടിച്ച് സിയോൻ പർവ്വതത്തിൽ നിൽക്കുന്നത് 14-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുമ്പോൾ സ്വർഗത്തിൽ വിശുദ്ധ യോഹന്നാൻ കണ്ട ആ കാഴ്ച എത്ര മനോഹരമാണ്! അത് വർണ്ണിക്കുവാൻ മനുഷ്യനാൽ സാധിക്കുകയില്ല. ആകാശമധ്യേ പറന്നുകൊണ്ട് രക്ഷയുടെ സുവിശേഷം ലോകം മുഴുവൻ വിളംബരം ചെയ്യുന്ന ആ ദൂതൻ്റെ സന്ദേശം മാനുഷികമായി ഉൾക്കൊള്ളുവാൻ സാധിക്കാത്ത തരത്തിൽ മഹത്വമേറിയതാണ്. ലോകാവസാനത്തിൽ നടക്കുന്ന എതിർ ക്രിസ്തുവിൻ്റെ മതപരമായും വാണിജ്യപരമായുമുള്ള തകർച്ചയും മാനുഷികമായി ഉൾക്കൊള്ളുവാൻ എത്ര ഭയങ്കരമായിരിക്കും എന്ന് ചിന്തിക്കുവാൻ വയ്യ. എതിർ ക്രിസ്തുവിനെ ആരാധിച്ച് അവൻ്റെ മുദ്ര സ്വീകരിക്കുന്നവരുടെ അവസാനം എത്ര ഭീകരമാണ്! അവരുടെ രക്തം കുതിരകളുടെ തലയുടെ പൊക്കത്തിൽ 200 മൈലോളം ഒഴുകുന്നു എന്ന് നാം ഇവിടെ വായിക്കുന്നു. എന്നാൽ യേശുക്രിസ്തുവിൽ രക്തസാക്ഷികളാകുന്ന വിശ്വാസ ജനത അവരുടെ താൽക്കാലിക കഷ്ടപ്പാടുകളിൽ നിന്നും അവർ നിത്യതയിലുള്ള ക്രിസ്തുവിൻ്റെ ദൈവരാജ്യത്തിന് അവകാശികളാകുന്നു. ക്രിസ്തുവിൻ്റെ കൂടെ നിത്യതയിൽ പങ്കുചേരാൻ നമുക്ക് നമ്മെ തന്നെ ഒരുക്കാം. വിളക്കിൽ എണ്ണ നിറച്ച് തിരി തെളിയിച്ച് മണവാളനായി കാത്തിരുന്ന ആ 5 കന്യകമാരെ പോലെ കർത്താവിൻ്റെ മഹത്വമേറിയ പ്രത്യക്ഷതയിൽ പങ്കാളികളാകുവാൻ നമുക്ക് നമ്മെ തന്നെ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കാം. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപ നമ്മോടുകൂടെ ഇരിക്കുമാറാകട്ടെ. ആമേൻ.